എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഫ്രീ പ്ലേ സ്റ്റേഷൻ ഫ്രം ഹമാസ്. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഇനി നേരെ നമ്മളുടെ ഈ പേപ്പട്ടി മതത്തിൻ്റെ ഒന്ന് രണ്ട് വിശേഷങ്ങൾ ആദ്യം ഒന്ന് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ പേപ്പട്ടി മത വിശേഷത്തിലേക്ക് കടക്കാം നേരെ. അതാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പേപ്പട്ടി മതം എന്ന് വേണമെങ്കിൽ വിളിക്കാം, ലിംഗമതം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ, അത് വേറെ വിഷയം. എന്തായാലും നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ വിളിച്ചോളൂ. പക്ഷേ നമ്മൾ സൽമാൻ റുഷ്ദി പറഞ്ഞ പോലെ, അതായത് ഒഫൻഡ് ചെയ്യാനുള്ള അവകാശം കൂടി നമുക്ക് വേണം. അപ്പോഴാണ് ഈ ഫ്രീ സ്പീച്ച് നമുക്ക് പൂർണ്ണമാവുള്ളൂ. അല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കാതെ ഒരു കാര്യം പറയണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫ്രീ സ്പീച്ച് എന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ വിഷയം, ഗാസയുടെ പേരുകൾ, ദ നെയിംസ് ഓഫ് ഗാസ. നാളെ 2025 ഒക്ടോബർ 2 4:30 മുതൽ ഹൈക്കോടതി ജംഗ്ഷനിലെ 1G സ്ക്വയറിൽ ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിക്കുന്നു. ഞാനും പങ്കെടുക്കുന്നുണ്ട്. KK ഷാഹിന. ഇത് ഏതാണ് ഈ ഷാഹിന എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പേര് വായിക്കാൻ പോകണമെന്നാണ് കേട്ടത്. അപ്പോൾ നല്ല കാര്യമാണ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പേരൊക്കെ വായിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാനും പറയാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു സിനിമയിൽ നിങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ടാവും, ഇങ്ങനെ മരിച്ചു പോകാത്ത ആളുകളുടെ പേര് നിങ്ങൾ മരിച്ചു പോയി എന്ന് പറഞ്ഞ് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഷാഹിനയോടും അതുപോലെ വേറെ പല ആളുകൾ ഈ പോസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് പോകുന്നത് കണ്ടു. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു 10 കുട്ടികളുടെ പേര് ഇപ്പോൾ പറയാൻ എനിക്കും എന്താ ബുദ്ധിമുട്ടുള്ളത്? ഒരു ബുദ്ധിമുട്ടില്ല. അവരെന്നെ വിളിച്ചാൽ ഞാനും പോകും. ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികൾ, അത് കൊല്ലപ്പെടാൻ പാടില്ല. ഹമാസ് അങ്ങനെ കുട്ടികളെ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇസ്രായേലിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നില്ല എന്ന ചോദ്യം കൂടി അവിടെ വരികയാണ്. അപ്പോൾ ആ സ്വന്തം ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി, അവർക്ക് വേണ്ടിയിട്ടുള്ള ബോംബ് ഷെൽട്ടർ പണിയുന്നതായാലും അയൺ ഡോം പണിയുന്നതായാലും, ഇപ്പോൾ മറ്റേ അയൺ ബീം പണിഞ്ഞു വെക്കുന്നു, നമ്മളുടെ ലേസർ, അങ്ങനെ പല പല സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്വന്തം നാട്ടിലെ കുട്ടികൾ മരിക്കാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി, അത് നമ്മൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് കാണുകയാണ്. പക്ഷേ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഗാസയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കാണുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാനിതിൽ കാണുന്നത്. അതൊരു വശത്തുള്ളത് കൊണ്ട് തന്നെ ഞാനപ്പോൾ ആലോചിച്ച് പോയതൊരു കാര്യം, അങ്ങനെ വളരെ ഹതഭാഗ്യരായിട്ടുള്ള ഗാസയിലെ ജനത, ഈ ഹമാസിൻ്റെ സ്വന്തം ഈ കുട്ടികളെ കൊന്നു തള്ളാൻ വരെ മടിക്കാത്ത ആളുകൾ, ഈ ഹ്യൂമൻ സാക്രിഫൈസ് എന്നുള്ള രീതിയിൽ അവർ വിളിക്കാൻ പോലും മടി കാണിക്കാത്ത, നെസസറി സാക്രിഫൈസ് എന്നൊക്കെ വിളിക്കാൻ പോലും മടിയില്ലാത്ത ആളുകൾ. അപ്പോൾ ആ ഒരു സംഗതി ഉള്ളതുകൊണ്ട് അവരുടെ ഒരു 10 പേരുടെ പേര് വായിക്കാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ടെന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആരാണെന്നൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ദ നെയിംസ് ഓഫ് ഗാസ, ആ പരിപാടിയുടെ ഓർഗനൈസേഴ്സ് ആരെങ്കിലും ഇവിടെ കറങ്ങി നടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എന്നെയും വിളിക്കണം. എനിക്കും ഒരു 10 കുട്ടികളുടെ പേര് പറഞ്ഞാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. 10 12 ഒക്കെ പറയാം കേട്ടോ, അത് എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പക്ഷേ എനിക്കൊരു നിർബന്ധം ഉള്ളത് 2 കാര്യങ്ങളാണ്. അതിലേക്കാണ് ഞാൻ ഇന്ന് വരുന്നത്. ഒന്നാമത്തെ നിർബന്ധം എന്ന് പറയുന്നത്, എനിക്ക് വായിക്കാൻ തരുന്ന പേരുകൾ എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട ആളുകളുടെ പേര് തന്നെ ആയിരിക്കണം. അതായത് മരിച്ചിട്ടുണ്ടാവണം കുട്ടികൾ. അതല്ലാതെ മരിക്കാത്ത ആളുകളുടെ പേര് തന്നുകൊണ്ട് മരിച്ചതാണ് എന്ന് പറയാൻ എന്നോട് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഞാനത് പറയാൻ കാരണം 2024 വന്നൊരു വാർത്തയുണ്ട്. അതുകൂടാതെ 2025 ഏപ്രിലും ഒരു വാർത്ത വന്നു. ആ 2 വാർത്തയിലും നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, UN കണക്ക് പുറത്തേക്ക് വിടുമ്പോൾ, ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്ക് പുറത്തേക്ക് വിടുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ആളുകളുടെ പേര് അതിൽ നിന്ന് വെട്ടുന്നൊരു പരിപാടിയുണ്ട്. കാരണം ആ വെട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ കൊല്ലപ്പെട്ടിട്ടില്ല, അത് വെറും പേര് മാത്രമായിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു അതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള പല റിപ്പോർട്ട്സ് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് വായിക്കാൻ തരുന്ന 10 12 72 എത്രയാണോ കുട്ടികളുടെ പേര് നിങ്ങൾ വായിക്കാൻ തരുന്നത്, ആ പേര് നിങ്ങൾ മരിച്ച കുട്ടികളുടെ തന്നെ ആയിരിക്കണം, ജീവനോടെ ഇരിക്കുന്ന ആളുകളുടെ കുട്ടികളുടെ പേരായിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള പേര് തരുമ്പോൾ നമ്മളുടെ ഹമാസ് തീവ്രവാദികൾ ഈ കുട്ടികൾ കൊല്ലപ്പെട്ടാൽ അത് തങ്ങൾക്ക് ഇസ്രായേലിനെ കൂടുതൽ കോർണർ ചെയ്യാൻ ഉപകാരപ്പെടും എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ഈ നെസസറി സാക്രിഫൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് അവർ കൊല്ലപ്പെടണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടി നമ്മളുടെ ഖത്തറിലെ അക്രമത്തിൽ രക്ഷപ്പെട്ട ഒരു ഹമാസ് തീവ്രവാദി, ഒരു നേതാവ്, ഒരു ഹമദ് എന്ന് പറഞ്ഞിട്ടുള്ള പേരുള്ള ഒരാൾ, ഞാൻ ആ വാർത്ത എടുക്കണമെന്ന് വിചാരിച്ച് മറന്നു. എന്താ ചെയ്യുക, വാർത്തകളുടെ കുത്തൊഴുക്കായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ പറയാം, ഇഷ്ടംപോലെ സാധനമുണ്ടല്ലോ, സമയമുണ്ട്. അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എനിക്കതിൽ കുറ്റബോധമൊന്നുമില്ല എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അതൊരു സംഗതി ഇവിടെ കാണുകയാണ്. വേണമെങ്കിൽ അതൊന്ന് കണ്ടു കളയാം, ഏതായാലും വഴിക്ക് ഇറങ്ങിയല്ലേ, ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ ഈ കൊല്ലപ്പെടുന്ന കുട്ടികൾ,
അപ്പം എനിക്ക് വായിക്കാൻ തരുന്ന പേരുകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കൊന്ന കുട്ടികളായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ഇവരിങ്ങനെ കൊല്ലാൻ വേണ്ടി കുട്ടികളെ ട്രാപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ സാക്രിഫൈസ് എന്നുള്ള രീതിയിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വായിക്കുന്ന എനിക്ക് അതിനോട് താല്പര്യം കുറവാണ്. എനിക്ക് താല്പര്യം കൂടുതൽ ഇസ്രായേൽ നേരിട്ട് കൊന്ന കുട്ടികളെ ആ പേരുകൾ വായിക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം CNN ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ നമ്മുടെ ഹമാദ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖത്തറിൽ അവർ ആക്രമിച്ചപ്പോൾ അതിനകത്ത് രക്ഷപ്പെട്ട ഒരാൾ, ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ഹൂറികളുടെ ഒപ്പം അവിടെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അപ്പോൾ അവിടെ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഹമാസ് ഹാസ് നോ റിഗ്രറ്റ്സ് ഓഫ് October 7. ടെറർ ഗ്രൂപ്പ് ഒഫീഷ്യൽ ടെൽ CNN ആഫ്റ്റർ സർവൈവിംഗ് ദോഹ സ്ട്രൈക്ക്. അപ്പോൾ എന്താണ് ആൾ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു കളയാം, എന്നിട്ട് ബാക്കി. What is the benefit of October 7 now? Now, when the award now, if you look to the General Assembly yesterday, when about 194 people opened their eyes and looked to the atrocity, to brutality of Israel, and all of them they condemned Israel. അതായത് ഈ ഒക്ടോബർ 7 ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ് എന്നാണ് ആൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് ആൾ ഉത്തരം പറയുന്നത് ഒക്ടോബർ 7 ഞങ്ങൾ നടത്തിയ നരനായിട്ട് സത്യത്തിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാം, അവിടെ CNN ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത്, ഹമാദ് falsely stated in the CNN interview that the terror organization only attacked military targets and it never intended to kidnap civilians. ബന്ദികളെ വെക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു അജണ്ടയിലില്ലാത്ത സംഗതിയായിരുന്നു, പക്ഷേ എന്തോ അറിയാതെ ബന്ദികളെ പിടിച്ചുകൊണ്ട് വന്നു പോയി എന്നതാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മിലിറ്ററി ടാർഗറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മ്യൂസിക്കൊക്കെ അവിടെ പാടി, അവിടെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിലൊക്കെ മിലിറ്ററി ടാർഗറ്റ് ആയിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പോട്ടെ, ഹി ആഡഡ് ദാറ്റ് ദ പലസ്തീനിയൻ കോസ് ഹാസ് ബെനിഫിറ്റഡ് ഫ്രം October 7. ഇതാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലസ്തീനിയൻ ഒരു സ്റ്റേറ്റ്ഹുഡ് അപ്രൂവ് ചെയ്യുന്നു എന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് സത്യത്തിൽ അതിൽ സംഭവിക്കുന്നത് October 7 നടത്തിയ ടെറർ അതിനുള്ള ഒരു സമ്മാനമായിട്ടാണ് ഇത് മാറുക എന്നതാണ് അവിടുത്തെ പ്രശ്നം. ഇയാളത് സമ്മതിക്കുകയും ചെയ്യാണ്. അങ്ങനെ പറഞ്ഞ എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേക അഭിനന്ദനവും അവിടെ കൊടുക്കുകയാണ്. സൈറ്റിംഗ് ഇൻ ദ ഇൻ്റർവ്യൂ മോർ ഇൻ്റർനാഷണൽ സപ്പോർട്ട് ഇൻ പലസ്തീൻ സ്റ്റേറ്റ് റെക്കഗ്നിഷൻ ആൻഡ് ഫർദർ വേൾഡ് വൈഡ് കണ്ടംനേഷൻ ഓഫ് ഇസ്രായേലി ആക്ഷൻസ്. ഇതാണ് പറഞ്ഞ് ആളുടെ സന്തോഷം. യു നോ വാട്ട് ദ ബെനിഫിറ്റ് ഓഫ് October 7 is now. If you look at the United General Assembly yesterday, about 194 members opened their eyes to the atrocity and brutality of Israel and they condemned Israel. CNN. ഇനി ആള് പറയുന്നത് അവസാനം, വി വെയിറ്റഡ് ഫോർ ദിസ് മൊമെൻറ്റ് ഫോർ 77 years. അതെന്ന് വെച്ചാൽ ഹോളോകോസ്റ്റിന് ശേഷം ഇന്ന് വരെയുള്ള ആ ഒരു ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ നേരിട്ടിട്ടുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് വിളിക്കാവുന്ന സാധനമായി മാറുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഇവരും ഏറ്റവും പവർഫുൾ, അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ടെററൈസിങ് ആയിട്ടുള്ളൊരു ഇവൻ്റ് നടത്തിയത് ഇപ്പോഴാണ് എന്നത് തന്നെയാണ് അവരും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി ഇൻ്റർവ്യൂവിൽ വരുന്നൊരു ഭാഗം, അതായത് ഇൻ്റർവ്യൂവർ കയ്യിലിരിക്കുന്ന ഐപാഡിൽ അവിടെയുള്ള ഗാസൻ ജനത അവർക്കെതിരെ സംസാരിക്കുന്നതും അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. ആ കാണിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഇവരെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു സംഗതി. അത് ഓക്കെ. Senior Hamas leaders right here in the Qatari capital. How did you and the other senior officials survive that attack? I think it is miracle because the rockets are very close to us. We are under time. എന്തായാലും ആള് രക്ഷപ്പെട്ടത് എങ്ങനെ എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആള് ഇവിടെ ഐപാഡ് എടുത്ത് കാണിക്കുന്നത് കാണാം. Worth it. I know the price is so high, but I must go again. What is the option? It's worth the option left to the Palestinians? You know what? We waited for a peaceful process, for a peaceful means since 1993, since Oslo Agreement till now. But I think we got a big zeal. Let me show you the words of your people. Okay, these are people in Gaza, and I want you to hear, because your own people in Gaza say that you do have responsibility for the situation there. I'd like to show you this. رسالتنا لحماس أنه كفى مقامرة ومغامرة بنا. كفاكم يعني أنتم منفصلون عن الوضع. This is not it. There's more. I have seen this video. Sir, Yes. There is more. I have seen this video. I would like you to, there are 3 people here. I would like you to hear their voices. I know people are suffering. There are some people blame Hamas. Why will you not listen to the voices of Palestinian people in Gaza? Look, yeah, I know. This is not the whole story. I know because this is because of the Israeli crimes in the Gaza Strip.
It seems that sir, it seems that you don't want to hear the voices of people in Gaza who disagree with Hamas or who want to see Hamas removed from power. Hamas, but now why don't you listen to their voices? All the world, listen to me. All the world said yesterday in the General Assembly that October 7 is not a justification for Israel to commit genocide, to kill civilians. But I'm asking you to respond to what these people are saying. Look, these people who want Hamas to surrender, lay down its weapons, and leave the Gaza Strip. I think what do you say to no one them? asked Hamas to surrender. We will never surrender. We will never Some surrender. of these people are asking Hamas to lay down their weapons There and are some leave Gaza. people, these people under abnormal circumstances. When we put him under target and killing and massacre, what do you expect for people to say? But many people would say, if you look at history, if you look at wars that have been fought, where overwhelming military force has been brought to bear, where tens of thousands of civilians have been killed, that you, as the adversary of Israel in this case, that you have a responsibility to do your part to end the suffering. And that would be to lay down your weapons. We are working to end the suffering of people. Yani, Hamas was launched in 1987. All the time we are working for our people, not in October 7. Before that, all the time we are fighting and doing for the interest of our people. Now, the reaction of the occupation in brutality, in killing and massacre, you put this responsibility in the shoulder of Hamas? I'm not putting all the responsibility on the shoulders of Hamas. I'm asking you whether you have any responsibility in this regard. We are responsible to save our people, to protect our people, to do anything. Top Israeli officials say that Israelis cannot be safe unless Hamas is destroyed, right? That's their perspective. That if Hamas is allowed to continue to exist, that you will carry out October 7th style attacks again and again as long as you remain armed. Are they wrong? We want to end the occupation. Are they wrong? We want to end the occupation. Who is a danger in this Israel? It's not Hamas. Hamas never, for example, acting against Egypt or Qatar or Saudi or America. ഓക്കെ, ഏതായാലും ബാക്കി നിങ്ങൾ അവിടെ ചെന്ന് കണ്ടോളൂ. ഇതാണ് സാധനം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടു, അതായത് ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിങ്ങൾക്ക് കാണാം. അതിൽ നമ്മളിപ്പോൾ തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കണം. ഒരുപാട് ലെങ്തി, ഒരു 14 മിനിറ്റ് നീളമുള്ളതാണ്. അപ്പോൾ ആ ആളുടെ മുഖഭാവവും എങ്ങനെയാണ് ചോദ്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്, അതുപോലെ സ്വന്തം നാട്ടിലെ ജനത ഹമാസിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാൻ താല്പര്യമില്ലാതെ മാറ്റി നിൽക്കുക. ഐപാഡ് കാണിച്ചു കൊടുക്കുമ്പോൾ റിഫ്യൂസ് ടു ലുക്ക് അറ്റ് ദ ഫുട്ടേജ് ഓഫ് മോർ ദാൻ എ ഫ്യൂ സെക്കൻഡ്സ് പുഷിംഗ് ദ ഐപാഡ് എവേ. ഇതാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ when asked about the hostages by CNN and whether they were being used as human shields dispersed throughout Gaza City amid the IDF incursion into the area, Hamas denied the claims and said they are being treated with Islamic principles. അത് നമ്മൾ കണ്ടു. അതായത് പട്ടിണിക്കിടുന്നത്, അതുപോലെ സ്വന്തം കുഴി കുത്തിക്കുന്നത്, പിന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത്, അവരുടെ കയ്യും കാലൊക്കെ മുറിച്ച് മാറ്റുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ ഇസ്ലാമിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് തന്നെയാണ് അവിടെ കൈകാര്യം ചെയ്തത് എന്നതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് സ്വന്തം ഗാസൻ ജനതയെ ഈ ഹ്യൂമൻ ഷീൽഡ്സ് ആക്കിയിട്ട് വെക്കുന്നു, അവരെ കൊന്നു കൊലവിളിക്കുന്നു, അതിനകത്ത് റിഗ്രറ്റ് ഇല്ല, അതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അവർ ചെയ്യുന്ന എല്ലാ സംഗതിക്കും ഒരു ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ള പരിപാടി. ഒക്യുപ്പേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം, അങ്ങനെ ഒരു സാധനം ഈ ഒരു നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരു തവണ പോലും ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ആ പറയുന്ന പ്രദേശത്ത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു നേഷൻ അതവിടെ ഉണ്ടായിട്ടുണ്ട് 10,000 BC-കൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ എന്നതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനുള്ളത്. 4000 വർഷങ്ങൾക്ക് മുന്നേ ഇതാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ആ ഒരു വിഷയം, അതായത് ഹ്യൂമൻ സാക്രിഫൈസ് അല്ലെങ്കിൽ നെസസറി സാക്രിഫൈസ് എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം ജനതയെ കുരുതി കൊടുക്കുന്ന പരിപാടി, ആ തരം ആളുകളെ, അതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പേര് ഞാൻ വായിക്കില്ല, ഒന്നത്. ഇനി 2, hundreds of names removed from the official Gaza war death list. ഇതൊരു വാർത്തയായിട്ട് ഇവിടെ വന്നത് 5 ഏപ്രിലാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു മെയ് 2024 വന്നു. അപ്പോൾ ഇതിലെല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിലാണ് ഏറ്റവും വലിയൊരു തമാശ കിടക്കുന്നത്. അതായത് ദ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ, ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളിപ്പോഴും കേൾക്കുന്നുണ്ടാവും, ഗാസയിൽ കൊല്ലപ്പെടുന്ന ആളുകളിൽ 70% കുട്ടികളും സ്ത്രീകളുമാണ്. ഇങ്ങനൊരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എവിടുന്ന് വന്നു? ഇതാണ് നമ്മളെ ചോദ്യം.
അപ്പോൾ ഇവർ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് 70%-ലധികം അല്ലെങ്കിൽ 70% കുട്ടികളും സ്ത്രീകളുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ ഗാസ ഹെൽത്ത് മിനിസ്ട്രി തന്നെ ഇപ്പോൾ പറയാറില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ തമാശ. പക്ഷേ അവർ പറച്ചിൽ നിർത്തിയെങ്കിലും ഇന്ന് നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സത്യത്തിൽ UN പറയുന്നത് എന്താണ്? 52% കുട്ടികളും സ്ത്രീകളും മരിക്കുന്നത് എന്നതാണ് പുതിയ കണക്ക് പറയുന്നത്. അതാണ് ഈ പറയുന്ന തിരുത്തൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ തിരുത്തൽ എത്തിയെന്നുള്ളതാണ് ഇവിടുത്തെ കഥ. അപ്പോൾ ഇതിൽ ആദ്യം ഇവരൊരു റിപ്പോർട്ട് പുറത്തുവിടുന്നു. മെയ് 6 പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് 2024. അപ്പോൾ അതിലിവർ പറയുന്നത് കാണാം, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് OCHA revised its child fatality figures from the Gaza war sharply downward, reporting more than 14,500 deaths on May 6, but then 7,797 on May 8. അപ്പോൾ മെയ് 6 14,500, മെയ് 8 ആയപ്പോൾ അത് 7,790. ബാക്കി എവിടെ പോയി? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ബാക്കി ശവങ്ങളൊക്കെ എണീറ്റ് നടന്നോ? എനിക്കറിയില്ല കേട്ടോ, ഇതിൽ കണക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി OCHA ഓൾസോ റിവൈസ് ഡൗൺവേർഡ് ഇറ്റ്സ് ഫിഗേഴ്സ് ഓഫ് വിമൻ, അതായത് സ്ത്രീകളുടെ കണക്ക്. അത് മെയ് 6 9,500, മെയ് 8 ആയപ്പോൾ അത് 4,959. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ എവിടെ പോയി? ഇതാണ് അവിടുത്തെ ചോദ്യം. ഇത് അവിടെയും ഈ പെണ്ണുങ്ങൾ മരിച്ചു കിടന്ന് കുഴിയിൽ നിന്ന് വരെ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പോട്ടെ, എന്തായാലും ഈ എന്താണ്, യേശുക്രിസ്തുവിന് 3 ദിവസം കഴിയുമ്പോൾ എണീറ്റ് വരാമെങ്കിലാണോ ഈ പറയുന്ന പോലെ 6 തീയതി മരിച്ചിട്ട് 8 തീയതി എഴുന്നേറ്റ് വരെ ഒരു 2 ദിവസം മുന്നേ എണീറ്റ് നടന്നു എന്നുള്ളത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. നടക്കട്ടെ, പാവങ്ങളല്ലേ. പോട്ടെ, വിശന്നപ്പോൾ എണീറ്റ് പോയതായിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ കുറേ പേര് അങ്ങനെ അഭിനയിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ മരിച്ചതായിട്ട് അഭിനയിച്ച് ഇപ്പോൾ എത്ര വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് കിടക്കാൻ പറ്റുക? ഒരു ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ കിടന്നത്. പോട്ടെ, 2 ദിവസം കിടക്കാം. 3-ാം ദിവസം വിശപ്പ് എങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ അപ്പിടാനെങ്കിൽ എണീക്കണ്ടേ? പോട്ടെ. The UN attributed its original higher figures to the Hamas-controlled government media office GMO in Gaza, whose figures OCHA has cited continually for the past 2 months. അപ്പോൾ ഈ ഗാസയിലുള്ള മീഡിയ ഓഫീസ് GMO അവിടുന്ന് കിട്ടുന്ന കണക്കുകളാണ് ഈ പറയുന്ന ഈ UN ഇങ്ങനെ കണക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗാസക്കാർ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കണക്ക് തന്നെയാണ് UN നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ UN പറയുന്ന കണക്കും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് കണക്ക് ശരിയാണെന്നാണ് അവർ അത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ UN എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങളുടെ കണക്ക് ഇങ്ങനെയുണ്ട്, UN അവിടുന്ന് തരുന്ന കണക്കും ഇങ്ങനെയുണ്ട്, അപ്പോൾ ഇത് രണ്ടും ഒന്നാണല്ലോ. അപ്പോൾ അവരുടെ കണക്കും ഞങ്ങളുടെ കണക്കും റെഡിയാണ്. സത്യത്തിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കണക്കൊപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം സുപ്രഭാതത്തിൽ ഈ പ്രശ്നം അങ്ങ് കൈവിട്ടു പോവാണ്. കാരണം എന്താണ്? അതായത് the UN gave no source for the lower figures in May 8 update. കാരണം the figures precisely matched those in May 2 report from a different Hamas controlled organization, the Gaza Ministry of Health. അങ്ങനെയാണ് ഇവർ ഇതിൻ്റെ പ്രശ്നം തിരിച്ചറിയുന്നത്. ഇനി പ്രശ്നം എവിടുന്നാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷയം വരുന്നത് എവിടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാം. 70% ഓഫ് ഡെത്ത് ഫുള്ളി ഐഡൻറ്റിഫൈ ഗാസ മിനിസ്ട്രി. അതിൽ ഇപ്പോൾ പറയുന്നത് എന്താണ്, 52% ഗാസ അത് ഇപ്പോൾ കുട്ടികളും സ്ത്രീകളുമാണ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 40%-ഓളം ആണുങ്ങളാണ് എന്ന് പറയുമ്പോൾ, പുരുഷന്മാരാണെന്ന് പറയുമ്പോൾ, പിന്നെ അവിടുന്ന് സിവിലിയൻസിനെയും കൊമ്പാറ്റൻസ് അല്ലെങ്കിൽ മിലിറ്റൻസിനെയും തമ്മിൽ വേർതിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോരോ ബ്രേക്ക് ഡൗൺ അവിടെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇതിനകത്തൊക്കെ വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ 60,000 പേര് മരിച്ചു, 70,000 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര പേര് മിലിറ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ കൊമ്പാറ്റൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം പറയണം. എന്നിട്ട് നമുക്ക് നിലവിളിക്കാം. എന്നിട്ട് ഞാൻ നിലവിളിക്കും എന്ന് പറയുന്നതിന് കാരണം അതാണ്. അങ്ങനെ ഒരു വേർതിരിവ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ദ ഫിഗേഴ്സ് പ്രൊവൈഡ് ബൈ ഗാസ ഹെൽത്ത് മിനിസ്ട്രി ഹാവ് നിയർലി മാച്ച് ദ UN's ഓൺ കൗണ്ട്സ് ഇൻ പാസ്റ്റ് വാർസ്. ഇതൊക്കെയായിരുന്നു അവരുടെ കാരണങ്ങൾ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുള്ള കാരണം. പക്ഷേ പ്രശ്നം സംഭവിച്ചത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. അതായത് ഇവിടെ കാണാം, അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടില്ല. പറഞ്ഞ സാധനമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. അതായത് 70% എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കണക്ക് സോഴ്സ് ചോദിച്ചു, ആളുകളുടെ നെയിമൊക്കെ ചോദിച്ചപ്പോൾ പേരില്ലാതെ വന്നപ്പോഴാണ് ഈ സാധനം അവർ മെല്ലെ അതങ്ങ് മുക്കി. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിപ്പോഴും അവരവിടെ പുറത്ത് വിടുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം ഗുരുതരമാകുന്നത്. അതായത് ഈ സാധന കണക്ക് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. 70% അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇനി ഇതിൽ മറ്റൊരു വിഷയമാണ് ഈ പറയുന്ന കാര്യം, അതായത് സിവിലിയൻസ് വേഴ്സസ് കൊമ്പാറ്റൻസ്. ഈ എത്ര ആളുകൾ മരിച്ചു, കുട്ടികൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ കണക്കുകൾ കിട്ടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൽ എത്ര പേര് മിലിറ്റൻസ് ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഈ വീഡിയോ
ഇതിലിപ്പോൾ ഈ ചിത്രം ഈ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഇതിനകത്തൊരു ബന്ദിയെ കൊണ്ടുപോവാണ് ഒരു സ്കൂട്ടറിൽ. സ്പ്ലെൻഡർ ബൈക്കാണെന്നാണ് തോന്നുന്നത്, നല്ല ശബ്ദമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സുസുക്കി മറ്റേ 100cc ബൈക്ക് വല്ലതും ആയിരിക്കും, യമഹയുടെ. ഏതായാലും കൊള്ളാം. അങ്ങനെ ആ സ്കൂട്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിലൊരു ബന്ദിയുണ്ട്, 2 സിവിലിയൻസ് ആണോ അതോ പോരാളികളാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം അവർ സാധാരണ വേഷത്തിലാണ് പോകുന്നത്. ഇവരെങ്ങനെ വെടികൊണ്ട് ചത്തു എന്ന് വിചാരിക്കാം. ഇവരെ നിങ്ങൾ സിവിലിയൻസ് ആയിട്ട് എണ്ണോ അതോ കൊമ്പാറ്റൻസ് ആയിട്ട് എണ്ണോ എനിക്കറിയില്ല കേട്ടോ, നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഇനി അടുത്തത് ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ക്രീൻ മുഴുവൻ ഇതേപോലെയുള്ള ആളുകളാണ്. ഇതിലാരും തന്നെ യൂണിഫോമിലല്ല. ഇവരെങ്ങാനും വെടികൊണ്ട് ചത്താൽ ഇവർ മിലിറ്ററി മീൻസ് ഈ മിലിറ്റൻസ് ആയിട്ടാണോ അറിയപ്പെടുക, സിവിലിയൻസ് ആണോ എന്ന് അറിയപ്പെടുക? അത് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, 1 2 3 സിവിലിയൻസ് തട്ടിക്കൊണ്ടുപോകുക. 4 5 പേര് കൂടിയാണ് ഒരു ജൂതനെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിലിപ്പോൾ സംഭവിക്കണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തട്ടിക്കൊണ്ട് പോകപ്പെടുന്ന ജൂതൻ ഒരു പ്രശ്നക്കാരനും തട്ടിക്കൊണ്ട് പോകുന്ന ആ 4 പേര് സിവിലിയനുമായിട്ട് മാറുന്ന ഒരു അപൂർവമായ കാഴ്ച. ഇതാണ് നമ്മൾ ഈ ഗാസയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടുമാണ് നമ്മളുടെ ഈ പറഞ്ഞ പ്രശ്നം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സംഗതി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിൽ നിലവിളിക്കാൻ നമുക്ക് തോന്നാത്തതിൻ്റെ കാര്യം ഇതാണ്. നിങ്ങൾ ആദ്യം എത്ര സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നതിന് കൃത്യമായ കണക്കുക. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ഒടുവിലെ കണക്ക് പറയുകയാണെങ്കിൽ 67,000 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. 67,000 പേര് മരിച്ചതിൽ പകുതിയും മിലിറ്റൻസ് ആണ്. അപ്പോൾ അതിൽ ബാക്കി എത്രയെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ അതായത് 70,000 പേര് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കണക്ക് നമുക്കൊന്ന് കൂട്ടിക്കളയാം. അതായത് 70,000 ആളുകൾ മരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ പകുതിയാക്കുന്നു. പകുതിയും സിവിലിയൻസ് ആണെന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അതായത് 35,000 പേര് സിവിലിയൻസ് ആണ്. ഈ 35,000 പേരിൽ 15,000 മുതൽ 20,000 ആളുകൾ വരെ സാധാരണ മറ്റു കാരണങ്ങൾ കൊണ്ട് വാർദ്ധക്യ സഹജമായ രോഗം വന്നും അതുപോലെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഓരോ വർഷവും മരിക്കുന്നു. അപ്പോൾ ആ 35 നിന്ന് ബാക്കിയും കൂടി നമ്മൾ കുറയ്ക്കാം. അപ്പോൾ എത്രയായും 35 - 15 20,000 ആളുകളാണ് പിന്നെ കൊല്ലപ്പെട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട ആളുകളിൽ പിന്നെ നമ്മൾ പറയുന്നത്, അതായത് ഇതിനകത്ത് ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയും സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും, ഈ 2 കാറ്റഗറി നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. കുട്ടികൾ എന്ന് പറയുന്നത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾ മുഴുവൻ കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ ഈ യുദ്ധം എന്ന് പറഞ്ഞു പോകുന്ന സമയങ്ങളിൽ പല ആളുകളും കുട്ടികളുടെ പ്രായത്തിലുള്ള, ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം കുട്ടികൾ അതിനകത്തുണ്ട്. അതായത് ഒരു 17 വയസ്സും 18 വയസ്സും 19 വയസ്സിന് താഴെയുള്ള ആളുകളെല്ലാം തന്നെ കുട്ടികളായിട്ട് അവിടെ എണ്ണുമ്പോൾ, ആ പ്രായത്തിലുള്ള എല്ലാവരും അതിൽ നിന്ന് എണ്ണുമ്പോൾ ഇതിൽ എത്ര പേരാണ് ഇനി മിലിറ്റൻ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും 20,000 ആളുകൾ സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്ന് തന്നെ നമ്മൾ പറഞ്ഞാലും അതിനകത്ത് എത്ര പേര് യഥാർത്ഥത്തിൽ യുദ്ധത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വെടി കൊണ്ട് ചത്തു എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് ആദ്യം നിങ്ങൾ പുറത്ത് വെക്കണം. നമുക്ക് അന്വേഷിച്ചിട്ട് പിടി കിട്ടുന്നില്ല, എന്നിട്ട് നമുക്ക് നിലവിളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ കുട്ടികൾ മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നാലെ കൂടിയിട്ട് കാര്യമൊന്നുമില്ല. തൽക്കാലം നമുക്ക് നിലവിളിക്കാൻ സൗകര്യമില്ല എന്നുള്ളതിനെയാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം നിങ്ങൾ കണക്ക് കൃത്യമായിട്ട് പറയുക, എത്ര മിലിറ്റൻസ് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ ഒരു കാരണമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തൊരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നു പേര് വായിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഹ്ലാദം തോന്നി. അത്ര കുറച്ച് ആളുകളല്ലേ മരിച്ചിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ പേര് ഒറ്റ ദിവസം ഇരുന്നിട്ട് വായിക്കും? ഇതാണ് എൻ്റെ സംശയം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്കൊരു സന്ധ്യാനേരത്തെ ഒരു മറ്റേ ബോഞ്ചി വെള്ളവും പിന്നെ വല്ല ഉന്നക്കായയും വാങ്ങിച്ച് അല്ലെങ്കിൽ മറ്റേ കട്ടൻ ചായയും ഒരു പരിപ്പ് വടയും വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒരെണ്ണം തീരുമ്പോഴേക്ക് നിങ്ങൾക്ക് പേരൊക്കെ വായിച്ച് തീർക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണല്ലോ കാര്യങ്ങൾ നിലനിൽക്കുക. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വഞ്ചി സ്ക്വയറിൽ വൈകിട്ട് 2 മണിക്ക് പരിപാടിയൊക്കെ 4 മണിക്ക് പരിപാടിയൊക്കെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ച് തീർക്കാം. ഇനിയിപ്പോൾ നിങ്ങളൊരു 4 മണിക്ക് തുടങ്ങിയാലും ഇനിയിപ്പോൾ ചീഫ് ഗസ്റ്റ് ആരെങ്കിലും ഉണ്ട് ഒരു അരമണിക്കൂർ വൈകി എന്നാൽ പോലും ഇനി 5 മണിക്ക് തുടങ്ങിയെന്ന് വിചാരിച്ചോ, എന്നാലും നിങ്ങൾക്കൊരു അസർ ബാങ്ക് കൊടുത്ത് ഒരു മഗ്‌രിബും കഴിഞ്ഞ് ഒരു ഇഷാ ബാങ്ക് കൊടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അതാണ് അതിൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾക്ക് വായിച്ച് തീർക്കാം. അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ബാക്കി എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റും, ഞാൻ വന്ന് വായിച്ച് തീർത്തരാം. അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് കുട്ടികളുടെ പേരല്ലേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല, നിങ്ങൾ വളരെ വലിയ മാനവിക സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഈ വായിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കണക്ക് നിങ്ങളൊന്ന് എടുക്കുക. യമനിൽ കഴിഞ്ഞ 2015 മുതൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ more than 4 lakh കുട്ടികളും വൃദ്ധരും
സ്ത്രീകളൊക്കെ അടങ്ങുന്ന ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള കാരണം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാരണം. അപ്പോൾ നിങ്ങൾ യുദ്ധം കൊണ്ട് നേരിട്ടുള്ളതാണ് എടുക്കുള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കണക്കിൽ നേരിട്ടുള്ള മരണം എത്ര ഉണ്ട് എന്നുള്ളത് ആദ്യം പറയും. ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. നമ്മൾ നേരത്തെ മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ IPC റിപ്പോർട്ടും ജനോസൈഡ് എന്നൊക്കെ പറഞ്ഞ് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് നടന്നത്. ആ സാധനം നമ്മൾ പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് എത്ര പേര് ഈ യുദ്ധത്തിൻ്റെ ഡിറക്റ്റ് കോസായി ഒരു എഫക്റ്റായിട്ട് കൊല്ലപ്പെട്ടു, ഇൻഡയറക്റ്റ് കോസായിട്ട് എത്ര പേര് കൊല്ലപ്പെട്ടു, ഇതിനൊന്നും കണക്കില്ല. എല്ലാം ഈ വായ്പൂട്ട് എന്നൊക്കെ പറയുന്ന മാതിരി എന്താണ് കൊട്ടക്കണക്ക് നിറച്ചിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കണക്ക് കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് യമനിലെ കണക്ക് 4 ലക്ഷത്തിലധികം ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട്. അതിലൊരു പകുതിയും നിങ്ങൾ തൽക്കാലം ഈ പറയുന്ന കൊമ്പാറ്റൻസ് ഒന്നും അല്ലല്ലോ, അവിടെ കൊന്നിട്ട് പോകുന്ന ആളുകളുടെ കണക്കാണ് അല്ല നമ്മളിവിടെ പറയുന്നത്. അതായത് കൊല്ലപ്പെടുന്ന ആളുകളുടെ കണക്ക് തന്നെയാണ്. കാരണം ഇവരാരും തിരിച്ചാക്രമിക്കാനൊന്നും പോയിട്ടില്ല. ഇവർ പട്ടിണി കിടന്നും അല്ലാതെ യഥാർത്ഥത്തിലുള്ള ഈ ഒരു സൗദി അറേബ്യ വന്ന് ബോംബുണ്ടാകുന്ന ആ ഒരു ചെറിയ പ്രശ്നം, അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ട 4 ലക്ഷം ആളുകൾ 2015 മുതലുള്ള പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ പേരുകൾ വേണമെങ്കിൽ ഞാൻ ലിസ്റ്റ് എടുത്ത് തരാം. നിങ്ങളെപ്പോഴാണ് പറഞ്ഞ വെച്ചാൽ ഒന്ന് ഒഴിവ് കുറച്ച് അധികം വേണ്ടി വരും, 2-3 ദിവസം ഇരുന്ന് വായിക്കേണ്ടി വരും. ഇങ്ങനെ അസർബാങ്കിന് തുടങ്ങിയിട്ട് ഇഷാ ബാങ്ക് ആകുമ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെ ഒരു കട്ടൻ ചായയിലും പരിപ്പോടയിലും തീരുന്ന പ്രശ്നമല്ല. ഇത് മിനിമം നമ്മളൊരു ബിരിയാണി ഒരു 10 എണ്ണെങ്കിലും കഴിക്കേണ്ടി വരും, എന്നാലേ ഇത് തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് നിങ്ങൾ വരാം. യമനിലെ കണക്ക്. ഇനി വേണമെങ്കിൽ നമുക്ക് സുഡാനിലെ കണക്കെടുക്കാം. സുഡാനിലെ കണക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ 2023 മുതൽ 25 എന്ന് വെച്ചാൽ ഗാസയിലെ പ്രശ്നം തുടങ്ങുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 23 നമ്മളിവിടെ സുഡാനിലെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം 2023 മുതൽ മാത്രം നമ്മളവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1.5 ലക്ഷം 2 ലക്ഷത്തിനടുത്ത് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ കുട്ടികളുടെ പേര് ഞാൻ തരാം. അതിന് നിങ്ങൾക്കൊരു 2 ബിരിയാണി കഴിക്കേണ്ടി വരും എന്തായാലും. അതും ഈ പറഞ്ഞ മാതിരി അസർബാങ്കിന് വന്നിട്ട് ഇഷാ ബാങ്കിന് പോകാം, പേര് വായിച്ച് തീർത്തിട്ട് വീട്ടിൽ പോരേ പോവാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ വീട്ടിലാരെങ്കിലുമൊക്കെ വരാനൊക്കെ പറയുന്നുണ്ട്, ചേട്ടനോട് ചേട്ടാ ഇന്ന് ഞാൻ ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോരെ. കാരണം നമുക്ക് പാതിരാത്രിയൊക്കെ ഇരുന്ന് വായിക്കാനേ അതായിരിക്കും. വഞ്ചി സ്ക്വയറിൽ പാതിരാത്രി നല്ല രസമാണ് അവിടെ. പിന്നെ കൊതുകിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ഓഡോമോസ് വാങ്ങിച്ച് വന്നാൽ മതി, വേണമെങ്കിൽ ഞാനത് വാങ്ങിച്ചു കൊണ്ടുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗാസ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ റോഹിംഗ്യൻ മുസ്ലിംസ് അവരുടെ കണക്ക് നമ്മൾ എടുക്കാം. 2017 മുതലുള്ള കണക്ക്. അത് ഇപ്പോൾ ആരും എണ്ണാറ് പോലും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. നൈജീരിയയിലെ കണക്ക് അതിപ്പോൾ അത് ഏറ്റവും ഈ കലണ്ടർ ഈ 2024 മുതലുള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിപ്പോൾ തന്നെ ഏതാണ്ട് വലിയൊരു നമ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി നമ്പർ പുതിയത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത വർഷമാകുമ്പോൾ ഒരു 2025-6 ആകുമ്പോഴേക്കും നമുക്ക് വഞ്ചി സ്ക്വയറിൽ ഇരുന്ന് വായിക്കാം. അതൊരു 3-4 ദിവസം ഇരുന്ന് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് അവിടെ ഇരുന്നിട്ട് വായിക്കാം. ഒരു വർഷം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. കൊന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, അവരിപ്പോൾ തീർന്നിട്ടില്ല, ഇപ്പോഴും അവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ കൊലയുടെ വാർത്തയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ മറ്റുള്ള വിഷയങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഉയ്ഗൂർ മുസ്ലിംസിൻ്റെ വിഷയം, അതുപോലെ മറ്റു പലതും നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്കില്ല. ചൈനയുടെ അടുത്ത് കണക്ക് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണക്ക് തരില്ല. ഇതിപ്പോൾ ഗാസ ഹെൽത്ത് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ അവർ കണക്ക് മുന്തിയും തള്ളിയൊക്കെ കൊണ്ടുവരും. സംഗതി 70% സ്ത്രീകളും കുട്ടികളാണെന്നൊക്കെ പറയും. എന്നിട്ട് പേര് വയ്ക്കുമ്പോൾ പേരില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവണം. എന്തിനാ ഇതൊക്കെ ആര് ചോദിക്കാൻ? ഇവർ പേരില്ല എന്ന് പറഞ്ഞ് കണക്ക് തിരുത്തിയിട്ട് ഇപ്പോഴും നാട്ടുകാർ 70% പെണ്ണുങ്ങളും കുട്ടികളാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. എന്നുവെച്ചാൽ അവർ കണക്ക് തിരുത്തിയിട്ട് പോലും ആളുകൾക്ക് മാറ്റണ്ട. അപ്പോഴാണോ ഇവിടെ കണക്ക് ഇല്ലാതെ കണക്കുണ്ടെന്ന് പറയാൻ ആരെങ്കിലും മെനക്കിടുക? അതാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്, അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണ്? ചൈനയുടെ അടുത്തൊന്നും ആർക്കും ഒന്നും കണക്കൊന്നും വേണ്ട. കണക്കുണ്ടെങ്കിൽ നല്ലത്, ഉണ്ടെങ്കിൽ പോന്നോട്ടെ എന്നുള്ളൊരു ലെവൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്താ നിങ്ങൾ കൊന്നോളി ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതാണ്. ഇവിടെ എന്താണ് ഓൾ ഐസ് ഓൺ ഉയ്ഗൂർ മുസ്ലിംസ് എന്നോ ഓൾ ഐസ് ഓൺ അവിടെ ചൈന എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഇറങ്ങാനൊന്നും പോകുന്നില്ല. പോയാൽ അവൻ്റെ കണ്ണിൽ വല്ല മറ്റേ ചൈനീസ് യന്ത്രം വല്ലതും കൊണ്ടുവന്നിടും, അതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് ചൈനയിലെ അവസ്ഥ. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ആളുകളെ ഇതേപോലെ പെർസിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. ചൈനയിലെ ഇസ്ലാമിൻ്റെ കഥ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എത്രത്തോളം അവർ ഈ ചൈന ഈ ഇസ്ലാമിനെ കുഴിച്ചുമൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ UP-യിലൊന്നും പോകണ്ട, കേരളത്തിൽ തന്നെ എടുക്കുക. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രിസണിൽ നിങ്ങൾ പോവുക, ഒരു ജയിലിൽ നിങ്ങൾ പോവുക. എന്നിട്ട് അവിടെയുള്ള ഏറ്റവും കൊടും കുറ്റവാളി എന്ന് പറയപ്പെടുന്ന ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമിനെ നിങ്ങളെടുക്കുക. വിശ്വാസി ഒന്നാണെന്നല്ല, ഒരു മുസ്ലിമിനെ നിങ്ങളെടുക്കുക. ഓക്കെ, മുഹമ്മദ് എന്നൊക്കെ പേരുള്ള ഇഷ്ടംപോലെ ബലാത്സംഗികളും കൊള്ള നടത്തിയ ആളുകളും അതുപോലെ ബാങ്ക് കവർച്ച നടത്തിയ മുഹമ്മദും അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച് പോക്സോ കേസിലൊക്കെ അകത്തായ മുഹമ്മദൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഏതെങ്കിലും ഒരുത്തിനെ പിടിക്കുക. മുഹമ്മദ് എങ്ങോട്ട് പാടാ മോനെ, എൻ്റെ ഇത് വലിയ വിശ്വാസിയാണോ? ഞാൻ അത്ര വലിയ വിശ്വാസമല്ല. നിസ്കരിക്കാറുണ്ട്? അങ്ങനെ വലിയ നിസ്കരിക്കാറൊന്നുമില്ല. അത് ശരി, അപ്പോൾ ഈ അത്ര വലിയ വിശ്വാസിയൊന്നുമല്ല. അല്ലല്ല, നമ്മളിങ്ങനെയൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഈ തിന്മയൊക്കെ ചെയ്തത്? എന്ത് ചെയ്യാനാ, അത് ആ സാഹചര്യത്തിൽ അതങ്ങ് പെട്ടുപോയോ? ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ നിനക്ക് പശ്ചാത്താപമുണ്ടോ? പശ്ചാത്താപമുണ്ട് സാറേ, എന്താ ചെയ്യുക, ഞാൻ നന്നാവണമെന്ന് വിചാരിക്കുകയാണ്, ഇപ്പോൾ എന്താ ചെയ്യുക?
ഓ ശരി, അപ്പോൾ ശരി മുഹമ്മദേ, എന്നാൽ നമുക്കൊന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? കഴിക്കാം, എന്താ ഇന്നിപ്പോൾ വെറൈറ്റി അല്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പോത്തിറച്ചിക്ക് പകരം നല്ല വരട്ടിയ പണ്ടരം വായിൽ വെള്ളം വരുന്നത്, നല്ല വരട്ടിയ കുരുമുളകിട്ട് പൊരിച്ചെടുത്ത നല്ല അസൽ പോർക്കിറച്ചി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്കമാലി പോർക്കിറച്ചി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി നേരം ഇരുന്ന് കഴിച്ചാലോ എന്ന് ഈ പറയുന്ന ബലാത്സംഗിയായ, അല്ലെങ്കിൽ ബാങ്ക് കവർച്ചയിൽ പിടിക്കപ്പെട്ട, അല്ലെങ്കിൽ പോക്സോ കേസിൽ ഏതെങ്കിലും മദ്രസ പീഡനമൊക്കെ നടത്തിയ മുഹമ്മദ് എന്നു പേരുള്ള ഒരു മുസ്ലിമായ എന്നാൽ വലിയ വിശ്വാസിയല്ലാത്ത ഒരാളെ നിങ്ങൾ വിളിക്കുന്നു. എന്നിട്ട് അവൻ്റെ മുന്നിലേക്ക് നല്ല അസൽ ഒരു പൊറോട്ടയും പണ്ടാരം വായിൽ വെള്ളം വരുന്ന ഈ സാധനം, ഈ ഇപ്പോൾ കുരുമുളകിട്ട് വരട്ടിയ നല്ല പോർക്കിറച്ചിയും വെച്ച് കൊടുത്താൽ അവൻ എടുത്ത വഴിക്ക് പറയും, ഓ പോർക്ക് നമ്മൾ കഴിക്കില്ല കേട്ടോ, അത് നമുക്ക് ഹറാമാണ് എന്ന് പറയും. ഇതാണ് നമ്മളുടെ നാട്ടിലെ അവസ്ഥ. അതായത് നിങ്ങൾ എത്ര മോശം വിശ്വാസിയായാലും ശരി, നിങ്ങൾക്ക് ഇസ്ലാമൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാൽ പോലും നിങ്ങൾക്ക് അറിയുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് സലാം ചൊല്ലുക, ഒന്ന് ഈ പന്നിയിറച്ചി കഴിക്കരുത്, ഇതറിയും. എന്നാൽ നിങ്ങൾ ചൈനയിൽ പോയിട്ട് ഇതേപോലെയുള്ള ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് പോർക്ക് ഹറാമെന്നേ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഞാനിതിൻ്റെ അനുഭവം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം അവിടെ ചെന്നപ്പോൾ കലശലായി വന്നു. കാരണം 2 ദിവസമായിട്ട് ഉപ്പും മുളകില്ലാത്ത വെറുതെ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത സാധനങ്ങൾ അതും ഇതൊക്കെ കഴിച്ച് പച്ചക്കറിയൊക്കെ തിന്ന് നടക്കുമ്പോൾ പരിചയമുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് KFCയിൽ കയറിയപ്പോൾ അവിടെയും ചൈനീസിൻ്റെ ചൊവയാണ് കിട്ടിയത്. അപ്പോൾ അത് മതിയായില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും കറങ്ങി നടന്നു. അങ്ങനെ തപ്പി നോക്കുമ്പോൾ അവിടെ ഹലാൽ എന്ന് പറഞ്ഞിട്ട് ഒരു അറബിയിലൊരു ബോർഡ് കണ്ടു. എൻ്റെ ഉള്ളം തുടിച്ചു. നേരെ അങ്ങോട്ട് ചെല്ലുന്നു, കയറുന്നു, എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നു. അവർക്ക് ചൈനീസ് മാത്രമേ അറിയുള്ളൂ. ബോർഡ് കാണിച്ചു തന്നു, മൊത്തം ചിത്രം ഞാനെടുത്തു. മറ്റേ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. നോക്കിയപ്പോൾ അതിനകത്ത് പന്നിയിറച്ചിയുടെ വിഭവങ്ങളാണ് അതിനകത്ത് എഴുതി. അപ്പോൾ ഹലാൽ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നത് പന്നിയിറച്ചിയാണ്. അപ്പോൾ ഇത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചു, കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി തന്നെ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാനത്, ഞാനായിട്ട് ഇനി അവരെ മതം പഠിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഓരോ മുസ്ലിം ഈ മതത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സ് മുസ്ലിം ആവുക എന്നതിനേക്കാൾ ഉപരി നിങ്ങളാകേണ്ടത് ഇസ്ലാമിൻ്റെ എൻഡ് പോയിൻ്റ് ആവുക എന്നുള്ള, ഡെഡ് എൻഡ് ആവുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവരിലേക്ക് അത് കൊടുത്തില്ല. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് വിട്ടു. ഇനി നിങ്ങൾ പന്നിയിറച്ചി വിളമ്പ് എന്ന് പറഞ്ഞ് അവരെ വിട്ടു. ഇതാണ് നമ്മൾ അവിടെ ചെയ്തത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ തരത്തിൽ സംഗതികൾ ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനവും മുസ്ലിങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ അവിടെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ വരെ പെർസിക്യൂഷൻ നടത്തിയിട്ടും അതിൽ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ പേര് വായിക്കാൻ ഇവിടെ ഒരു മൈഗുണാപ്പനെയും കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഈ ലോകത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. ഇതാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ. ഒന്ന്, എത്ര പേര് ഈ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ എത്ര പേര്, അതിൽ തന്നെ ഇസ്രായേലിൻ്റെ കൈകൊണ്ട് മരിച്ചവർ എത്ര പേര്, ഈ ഹ്യൂമൻ സാക്രിഫൈസ്, നെസസറി സാക്രിഫൈസിൻ്റെ ഭാഗമായിട്ടല്ല, യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആ ഒരു കുട്ടി പോകുന്നുണ്ട്, ആ കുട്ടിയെ അങ്ങ് വെടിവെച്ചേക്കാം എന്ന് പറഞ്ഞ് കൊന്നു, അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ പേരുണ്ടെങ്കിൽ ഒരു 10-12 തന്നാൽ ഞാൻ വായിച്ചേക്കാം എന്ന് പറഞ്ഞതാണ്. 2, ഇവിടെ നിങ്ങൾക്ക് ഇത്ര വലിയ മാനവിക സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ കുട്ടികളുടെ പേരുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആദ്യം നമുക്ക് യമനിലെ വായിച്ചു തുടങ്ങാം, അത് കഴിഞ്ഞ് സുഡാനിലെ വായിച്ചു തുടങ്ങാം, അത് കഴിഞ്ഞ് റോഹിംഗ്യയിലെ വായിച്ചു തുടങ്ങാം, അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വായിച്ച് തീരാറാവുമ്പോഴേക്കും ഞാൻ അപ്പോഴേക്കും നൈജീരിയയിലെ കണക്കുമായിട്ട് വരാം. അപ്പോൾ നമുക്ക് വീണ്ടും എല്ലാം വായിച്ചു തുടങ്ങാം. അപ്പോഴേക്കും ഒരു 2-3 മാസം ഇരുന്ന് വായിക്കാനുള്ള പേരൊക്കെ നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് പറഞ്ഞു വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഇമാതിരി ഉടായ്പകളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്രീ പ്ലേ സ്റ്റേഷൻ പരിപാടി, ഈ പദ്ധതി അത് ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഇമാതിരി സംഗതികൾ വീണ്ടും തുറന്ന് കാണാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.